ഒരു കല്ലിട്ടെങ്ക് പോയില്ലോ. എല്ലാവരും ശക്തമായ പ്രതിഷേധം ആപ്പ് വെച്ച് കോടികൾ പിരിച്ച് മുക്കി നക്കിയപ്പോ ജനങ്ങളുടെ പ്രതിഷേധം വന്നപ്പോൾ ഒരു കല്ലിട്ടു. 2-3 ദിവസമായിട്ട് ആ കല്ല് പോലും കാണാനില്ല. ഈ കേരളത്തിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളായിട്ട് വന്ന സ്ഥാനാർത്ഥികളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ട് മാറിയത് കോൺഗ്രസ് അല്ലേ? ഞാൻ പറയാം, അടുത്ത കാലത്ത് പത്മജ വേണുഗോപാൽ, മേജർ രവി, അഖിൽ മാരാർ, നിങ്ങളുടെ വക്താവായിരുന്നില്ല അഖിൽ മാരാർ, ബി ഗോപകുമാർ, പ്രണേഷ് രാജേന്ദ്രൻ, വത്സല പ്രസന്നകുമാർ, പ്രതിപക്ഷ നേതാവിനെതിരെ മത്സരിക്കുന്ന ബി.ജെ.പി സ്ഥാനാർത്ഥി എൻ.ജെ. ജോബ്, പന്തളം പ്രതാപൻ, ആർ.എസ്. അരുൺ രാജ്, സി.ആർ. രഘുനാഥ്, ബി.എസ്. അനൂപ്, ബാബു ദിവാകരൻ, വർഗീസ് ജോർജ്, ആർ. രശ്മി, 14 പേരാണ് അടുത്ത കാലത്ത് നിങ്ങളിൽ നിന്ന് പോയി ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മാറിയിരിക്കുന്നത്. ശ്രീ കെ അരുൺകുമാർ, അവിടെ ഈ സാമൂഹ്യ നിരീക്ഷകർ പലരും അല്ലെങ്കിൽ ചിലരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോയിന്റ്, വീണ്ടും മൂന്നാമതും ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും, മൂന്നാമതും കോൺഗ്രസിന് അധികാര നഷ്ടം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും, മൂന്നാമതും അധികാരത്തിലെത്തിയാൽ ജനങ്ങൾ കൂടുതൽ വെറുക്കുന്ന നിലയും ജനങ്ങൾ പാർട്ടിയെ കൈയൊഴിയുന്ന നിലയും ഉണ്ടാകും ഒരു വശത്ത്. മറുവശത്ത് കോൺഗ്രസ് തുടർച്ചയായി 3 ടേം അധികാര നഷ്ടം നേരിട്ടാൽ അവരിൽ നിന്ന് ആളുകൾ ബി.ജെ.പിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ഒരു ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മൂന്നാം ഭരണം വന്നാൽ കോൺഗ്രസ് വീണ്ടും തോറ്റാൽ ബി.ജെ.പി കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്ലെയർ ആവുമെന്നൊരു നറേറ്റീവ് കുറച്ചു കാലമായി ഇവിടെ ഉണ്ട്. ഒരു പക്ഷേ ആ പശ്ചാത്തലത്തിൽ കൂടിയാകും ഈ ചർച്ച. ഏതായാലും കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി കുറച്ചെങ്കിലും സത്യം പറയാൻ തയ്യാറായതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവസാനം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ച വാചകം താങ്കൾ കേട്ട് കാണും. ഈ 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ആരോപണം ഉന്നയിച്ചാലും അത് ജനങ്ങൾ വിശ്വസിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഏറ്റവും ആദ്യം ഡീലെന്ന് പറഞ്ഞ് തുടങ്ങേണ്ടി വരുന്നു എന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുകയാണ്. ഇത് തന്നെയാണ് 3 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. UDF വിജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞയാൾ ആ വനവാസത്തിന് പോകുമെന്ന് കൊട്ടിഘോഷിച്ച ആൾ പറയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ജയിക്കുമെന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞൊക്കെ. അപ്പൊ കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് UDFന് കൃത്യമായിട്ട് മനസ്സിലായി. എന്നാൽ അഭിലാഷെ, ആധികാരികമായി ഞാൻ പറയുന്നു, ഈ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ വളരെ ക്ലിയറായി ഒരു മൈനോറിറ്റി ഷിഫ്റ്റ് മാറുന്ന മണ്ഡലങ്ങളുള്ളടുത്ത് ആ ഡീൽ ഉണ്ടായാൽ ആ മൈനോറിറ്റി ഷിഫ്റ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറയുന്നത് സമയത്ത് പറഞ്ഞോളൂ. പറയുമ്പോൾ ഞാൻ കേട്ടിരുന്നാണല്ലോ. ഒരു മര്യാദ കാണിക്കൂ. ഇത് സ്ഥിരം താങ്കളുടെ ശൈലിയാണ്. താങ്കളുടെ ശൈലിയാണ്. താങ്കളുടെ സമയത്ത് പറഞ്ഞോളൂ. ഞാനത് കേട്ടോണ്ടിരിക്കണോ? അങ്ങയുടെ സ്ഥിരം പരിപാടിയാണ് ഇത്. നുണ പറഞ്ഞ താങ്കൾ മുഴുവൻ സമയം പറഞ്ഞാലും നുണ പറഞ്ഞു. ഞാൻ മൗനം പാലിക്കുകയുള്ളൂ. അങ്ങ് പിന്നെ മിണ്ടിയോ? മൗനം പാലിക്കുകയുള്ളൂ. ശ്രീ വസന്ത്, അത് കഴിഞ്ഞ് താങ്കൾക്ക് പറയാം. നമുക്ക് സമയമുണ്ടല്ലോ, ഇനിയും സമയമുണ്ട്, ഇനിയും 10-15 മിനിറ്റ് ബാക്കിയുണ്ട്. എന്റെ പേര് അരുൺകുമാർ എന്നല്ല, മനസ്സിലായില്ലേ? അല്ല, ഞാൻ പറയാത്ത കാര്യം അദ്ദേഹം പറഞ്ഞ ഞാൻ കേട്ടോണ്ടിരിക്കണോ? അതെ, തന്റെ ഞാൻ വളരെ ക്ലിയർ എന്തുകൊണ്ടാണ് അതുകൊണ്ട് എന്നുള്ളത് എന്താ താങ്കൾ തന്നെ പറഞ്ഞു. എനിക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല. അല്ല, അങ്ങിങ്ങനെ നുണയുടെ ഒരു ഡസൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് കേട്ടോണ്ടിരിക്കണോ? എന്നാ താങ്കൾ ഒച്ചപ്പാടുണ്ടാക്കിക്കോ. ഞാൻ വളരെ സൗഹൃദത്തോടെ താങ്കൾ പറയുന്നത് കേൾക്കാനാ വന്നിരിക്കുന്നത്. കാരണം നിങ്ങളാണല്ലോ പ്രതിസന്ധിയിൽ, നിങ്ങൾക്കാണല്ലോ ഈ നുണ പ്രചരിപ്പിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുത്തു, വി.ഡി. സതീശന് കൊടുത്തു, നോമിനേഷൻ കൊടുത്തു, നിങ്ങളുടെ KPCCയുടെ പ്രസിഡന്റ് നോമിനേഷൻ കൊടുത്തു. ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? അല്ല, അദ്ദേഹം പറഞ്ഞത് തിരുത്തട്ടെ, ഞാൻ പറയാത്തത് പറഞ്ഞ് അദ്ദേഹം തിരുത്തട്ടെ, അപ്പൊ ഞാൻ മിണ്ടായിരിക്കും. പറയൂ, അരുൺകുമാറിന്റെ അവസരം. താങ്കൾ എത്ര വരെ ഒച്ച എടുത്താലും ഞാൻ മിണ്ടാതിരിക്കും. കാരണം ജനം കേൾക്കുന്നുണ്ടല്ലോ ഈ ചർച്ച. നിങ്ങളുടെ അങ്കലാപ്പ് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ശ്രീ വി.ഡി. സതീശൻ നോമിനേഷൻ കൊടുത്തു, KPCCയുടെ പ്രസിഡന്റ് നോമിനേഷൻ കൊടുത്തു, അതോടൊപ്പം അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റിൽ ചൂരൽമല മുണ്ടക്കൈയിൽ പിരിച്ച കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ജനങ്ങളോട് നുണ പറഞ്ഞല്ലോ. അത് നിങ്ങൾ സൂചിപ്പിച്ചോ? ജോയിന്റ് അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടെങ്കിലും അത് അഫിഡവിറ്റിൽ സൂചിപ്പിക്കണ്ടേ? KPCCയുടെ അക്കൗണ്ടിലാണ് കിടക്കുന്നതെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് അടുത്ത കാലത്ത് കൊടുത്ത കണക്കുകളിൽ ഏതെങ്കിലും അത് ഉൾപ്പെട്ടിട്ടുണ്ടോ? പച്ചയായ നുണ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇത് കേരളത്തിൽ ചർച്ചയാകരുത്. രണ്ടാമത്തെ കാര്യം, ഒരു കല്ലിട്ടെങ്ക് പോയില്ലോ. എല്ലാവരും ശക്തമായ പ്രതിഷേധം ആപ്പ് വെച്ച് കോടികൾ പിരിച്ച് മുക്കി നക്കിയപ്പോ ജനങ്ങളുടെ പ്രതിഷേധം വന്നപ്പോൾ ഒരു കല്ലിട്ടു. 2-3 ദിവസമായിട്ട് ആ കല്ല് പോലും കാണാനില്ല. ഒരു കല്ലിന് പുറത്ത് മറ്റൊരു കല്ല് വെക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങളിപ്പോ ആദ്യം കുറച്ച് സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ പറഞ്ഞല്ലോ. ഈ കേരളത്തിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളായിട്ട് വന്ന സ്ഥാനാർത്ഥികളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ട് മാറിയത് കോൺഗ്രസ് അല്ലേ? ഞാൻ പറയാം, അടുത്ത കാലത്ത് പത്മജ വേണുഗോപാൽ, മേജർ രവി, അഖിൽ മാരാർ, നിങ്ങളുടെ വക്താവായിരുന്നില്ല അഖിൽ മാരാർ, ബി ഗോപകുമാർ, പ്രണേഷ് രാജേന്ദ്രൻ, വത്സല പ്രസന്നകുമാർ, പ്രതിപക്ഷ നേതാവിനെതിരെ മത്സരിക്കുന്ന ബി.ജെ.പി സ്ഥാനാർത്ഥി എൻ.ജെ. ജോബ്, പന്തളം പ്രതാപൻ,
RS അരുൺ രാജ്, CR രഘുനാഥ്, BS അനൂപ്, ബാബു ദിവാകരൻ, വർഗീസ് ജോർജ്, R രശ്മി, 14 പേരാണ് അടുത്ത കാലത്ത് നിങ്ങളിൽ നിന്ന് പോയി BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മാറിയിരിക്കുന്നത്. നിങ്ങൾ BJPയുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി കേരളത്തിലെ കോൺഗ്രസ് അധംപതിച്ചിരിക്കുക. ഞാനിപ്പോ ഇരിക്കുന്നത് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലാണ്. ഇവിടെ NDFന്റെ സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി ഉണ്ട്. ആരാന്നറിയോ NDAയുടെ സ്ഥാനാർത്ഥി? ബാബു ദിവാകരൻ. ഒരാഴ്ച മുമ്പ് വരെ നിങ്ങളുടെ പത്തനംതിട്ട DCCയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. നേരെ ഇറങ്ങി ഇവിടെ വന്ന് മാലയും മേടിച്ച് BJPയുടെ സ്ഥാനാർത്ഥിയായി മാറി. ഞാൻ ആദ്യം ഒരു കാര്യം ചോദിച്ചല്ലോ, ഇവിടെ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് ഭരിക്കുന്നത് ഇപ്പോഴും NDAയും UDFും ചേർന്നുകൊണ്ടാ. ഇത്തരത്തിൽ നഗ്നമായിട്ടുള്ള ഇത് ഡീലല്ല, സഖ്യമാണ്, മഹാസഖ്യമാണ് BJPയും കോൺഗ്രസും തമ്മിൽ ഈ കേരളത്തിലുള്ളത്. ഇതൊക്കെ ചർച്ചയാകും. അതുകൊണ്ട് എത്ര വികസന വിരോധം പറഞ്ഞാലും 10 വർഷത്തെ ഈ ഗവൺമെന്റിന്റെ ഭരണത്തിനെതിരെ എന്ത് ആരോപണം നിങ്ങൾ ഉന്നയിച്ചാലും അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ അങ്ങ് ഡീല് വിവാദവുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ രാഷ്ട്രീയ വിഷയം ഉയർത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കേരളത്തിൽ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഉയർത്താൻ? ഇല്ല, നിങ്ങൾക്ക് ധൈര്യമില്ല. തിരുവനന്തപുരം വരെ ജാഥ നടത്തി 4 കാര്യം പറഞ്ഞല്ലോ നിങ്ങൾ. ജനങ്ങൾ ചോദിച്ചില്ലേ? കർണാടകത്തിലടക്കം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തിട്ട് എന്തായി? അത് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയില്ലേ? നിങ്ങൾ പറഞ്ഞു 3000 രൂപയാക്കും പെൻഷൻ എന്ന്. 18 മാസം കുടിശ്ശിക വരുത്തി പോയവർ, ന്യായ് പദ്ധതി പ്രഖ്യാപിച്ചവർ ഏത് സംസ്ഥാനത്താണ് ഇത് നടപ്പാക്കുന്നത്? അതുകൊണ്ട് ഒരു ബദലുകളും നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനില്ല. അതുകൊണ്ട് നിങ്ങൾ വ്യാജപ്രചരണമായിട്ട് ഇറങ്ങും, അതുപോലെ ഇതുപോലെ ചർച്ചകൾ തടസ്സപ്പെടുത്തും, യോഗങ്ങൾ തടസ്സപ്പെടുത്തും, അതുപോലെ ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടും. ഇത് നിങ്ങളുടെ ശൈലിയാണ്, അത് നിങ്ങൾ തുടർന്നോളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 110-ന് മേലേക്ക് കുതിച്ച് മുന്നേറാൻ പറ്റിയ രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡീലും നിങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദവും, അതുപോലെ ഇപ്പൊ LDF വീണ്ടും വന്നാൽ അവിടെ തകരും ഇവിടെ തകരും, അത്തരത്തിൽ പറയുന്നവരുടെ എല്ലാം വാചകം കേട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചോ. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് 13 ദിവസത്തെ രാഷ്ട്രീയപരമായ പോരാട്ടത്തോടെ 9-ാം തീയതി നമ്മൾ മനസാക്ഷിയുടെ അംഗീകാരം ജനങ്ങൾ രേഖപ്പെടുത്തുന്നതിന് കാത്തിരിക്കാം. ഒരു സംശയം വേണ്ട.